പാലക്കാടിൻ്റെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോർട്ടാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. ഈ കോട്ട പണി കഴിപ്പിച്ചത് 1766 സുൽത്താൻ ഹൈദരലിയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ന് ഈ കോട്ട പരിപാലിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് കോട്ടയ്ക്കകത്തേക്കുള്ള പ്രവേശന സമയം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കാം. കോട്ടയോട് ചേർന്ന് ഒരു വലിയ കിടങ്ങുണ്ട്. ഈ ഒരു കിടങ്ങ് തന്നെയാണ് മറ്റു കോട്ടകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. കിടങ്ങിലുള്ള ഈ വെള്ളത്തിൽ നമുക്ക് കുറേ മീനുകളെയും ആമകളെയും ഒക്കെ കാണാൻ കഴിയും. ഈ വെള്ളം വേനൽക്കാലത്തും വറ്റാത്തതാണ്. കോട്ടയോട് ചേർന്ന് പ്രശസ്തമായിട്ടുള്ള ഒരു ഹനുമാൻ കോവിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. പൂർണ്ണമായും ഹിന്ദു മുസ്ലിം ആർക്കിയോളജിക്കൽ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കോട്ടയാണ് ഇത്. മൈസൂർ ആർമിയുടെ കേരളത്തിലേക്കുള്ള അറ്റാക്കിൽ വലിയൊരു പങ്ക് തന്നെ ഈ ഒരു കോട്ട വഹിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും വെട്ടുകല്ലുകൊണ്ടാണ് ഈ കോട്ടയുടെ നിർമ്മിതി. കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാൻ ടിപ്പു സുൽത്താനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് 1788 ആതിഥ്യം വഹിച്ചിട്ടുള്ള ഒരു കോട്ടയും കൂടിയാണ് ഇത്. 10,000-കണക്കിന് സൈനികരെ ഉൾക്കൊള്ളാനുള്ള അത്രയും സ്ഥലം ഈ കോട്ടയ്ക്കകത്തുണ്ട്. ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ജയിലും നമുക്ക് ഇവിടെ കാണാം. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ഒരു കോട്ട. മാത്രമല്ല ഇന്ത്യയിൽ ഇന്ന് നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്ന കോട്ടകളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ ഈ പാലക്കാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഈ ഒരു കോട്ട. അടുത്തത് ധോണി വാട്ടർഫാൾസ് ആണ്. കേട്ടാൽ നമ്മുടെ പ്രിയപ്പെട്ട ക്രിക്കറ്റ് താരത്തിൻ്റെ പേരാണെന്ന് തോന്നും. എന്നാൽ ഇത് ഒരു പാലക്കാടുള്ള സ്ഥലമാണ്. അവിടെയുള്ള വാട്ടർഫാൾസ് ആണ് ധോണി വാട്ടർഫാൾസ്. പാലക്കാട് ടൗണിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ നമുക്ക് കാണാൻ പറ്റും. സാധാരണ വാട്ടർഫാൾസ് പോലെയല്ല, ഇവിടേക്ക് 4 കിലോമീറ്റർ കാട്ടിലൂടെ നടക്കാനുണ്ട്. ഫോറസ്റ്റ് ഗാർഡ്സിൻ്റെ കൂടെ മാത്രമേ നമുക്ക് പോകാനുള്ള അനുവാദമുള്ളൂ. 2 ബാച്ചുകളായിട്ടാണ് ഇവർ ഡെയിലി ആളുകളെ വാട്ടർഫാൾസിനടുത്തേക്ക് കൊണ്ടുപോകുന്നത്. രാവിലെ 10:30-നും ഉച്ചയ്ക്ക് 1:30 മണിക്കും. വന്യജീവികളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഗൈഡിൻ്റെ കൂടെ മാത്രമേ നമുക്ക് പോകാനും തിരിച്ചു വരാനും ഉള്ള അനുവാദമുള്ളൂ. പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളവും സ്നാക്സും ഒക്കെ കരുതുന്നത് നല്ലതാണ്. 4 കിലോമീറ്ററുള്ള ഈ ഒരു ട്രക്കിംഗ് തന്നെയാണ് ഈ ധോണി വാട്ടർഫാൾസിൻ്റെ മെയിൻ അട്രാക്ഷൻ. നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഈ തണുത്ത വെള്ളത്തിലൂടെ നടന്നു വേണം നമുക്ക് ആ വാട്ടർഫാൾസ് കാണാൻ പോകാനായിട്ട്. വാട്ടർഫാൾസൊക്കെ കണ്ടിട്ട് നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കാം.
നമ്മുടെ ഫൈനൽ പ്ലേസ് ആയ മലമ്പുഴ ഡാമിൻ്റെ വിശേഷങ്ങളാണ്. പാലക്കാട് കാണാൻ വരുന്നവരാരും ഈ ഒരു സ്ഥലം അങ്ങനെ മിസ് ചെയ്യാറില്ല. ഡാമിനോട് ചേർന്ന് തന്നെ വലിയൊരു ഗാർഡനും സ്നേക്ക് പാർക്ക്, അക്വേറിയം, റോപ്പ് വേ എല്ലാം ഉണ്ട്. മലമ്പുഴയിലുള്ള ഈ ഒരു ഗാർഡൻ അത്യാവശ്യം വലിയൊരു ഗാർഡനാണ്. മരങ്ങളും പലതരം ചെടികളും പൂക്കളും ഫൗണ്ടെയിൻ അങ്ങനെ പല കാഴ്ചകളും നമുക്ക് ഈ ഒരു ഗാർഡനിൽ കാണാൻ കഴിയും. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ്റെ യക്ഷി പ്രതിമയും ഈ ഗാർഡനിൽ കാണാം. ഈ കാണുന്നത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. മലമ്പുഴ ഡാം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഡാമും റിസർവോയറുമാണ്. 1949 ഈ ഡാമിന് തറക്കല്ലിട്ടത്. മദ്രാസ് ഗവൺമെൻറ്റാണിത് നിർമ്മിച്ചതെങ്കിലും പിന്നീട് ഇത് കേരളത്തിൻ്റെ ഭാഗമാവുകയായിരുന്നു. 355 അടി ഉയരമാണ് ഈ ഡാമിന് ഉള്ളത്. പാലക്കാടുള്ള ഭൂരിഭാഗവും ആളുകളും കൃഷിയെ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയാണ് പാലക്കാടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഡാമിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകളുടെ നല്ല ഭംഗിയുള്ളൊരു സീനറി നമുക്ക് കിട്ടും. മലമ്പുഴയിലുള്ള ഈ ഒരു നദിക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് നല്ലൊരു പാർക്കും ഈ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നത് വരേക്കും ബൈ.